ഈ അന്വേഷണ ഏജൻസികൾ അവരുടെ മുന്നിൽ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ മറ്റോ ഒരു തടസ്സവും ഞങ്ങളാരും പറയുന്നില്ല. അവർ കൃത്യമായ നിയതമായ നിയമ നടപടികൾക്കാണ് തയ്യാറാകേണ്ടത്. അതാണ് നമ്മുടെ നാട്, രാജ്യവും പ്രതീക്ഷിക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. ED വീണാ വിജയനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. വീണാ വിജയൻ്റെ അച്ഛൻ എന്ന രീതിയിൽ പിണറായി വിജയന് അത് വളരെ വളരെ വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല എന്ന് അദ്ദേഹം നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസന്നചിത്തനാണ്. അദ്ദേഹത്തിന് മനസ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഷയിലും അല്ലെങ്കിൽ ശാരീരിക ഭാഷയിലും എല്ലാം എന്തോ ഒരു സംഭവം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ആ മാധ്യമ സമ്മേളനം കണ്ടവർക്ക് എല്ലാവർക്കും അത് ബോധ്യമായിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ആദ്യമേ പറഞ്ഞൊരു കാര്യം, ED അല്ല ഏത് തരത്തിലുള്ള അന്വേഷണ ഏജൻസികളായാലും അതെല്ലാം നിയമപരമായി തന്നെയാണ് നടത്തേണ്ടത്. നമ്മുടെ നാട്ടിൽ നിയമപരമായൊരു വ്യവസ്ഥയുണ്ട്. അങ്ങനെ വ്യവസ്ഥാപിതമായ രീതിയിൽ ഏത് അന്വേഷണം വന്നാലും അതിന് നിയമപരമായി തന്നെയാണ് ഞങ്ങൾ നേരിടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ എനിക്ക് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ സാറിനോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ പിണറായി വിജയനുമായി നിരന്തരം പല കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇടപഴകേണ്ടി വന്നിട്ടുള്ള, ഇടപഴകുക എന്ന് പറഞ്ഞാൽ നിയമവ്യവഹാരങ്ങളിലൂടെ പലപ്പോഴും ഇടപഴകേണ്ടി വന്നിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഏത് തരത്തിലുള്ള കേസുകളെയാണ് പിണറായി വിജയൻ നിയമപരമായി നേരിട്ടിട്ടുള്ളത്? മറ്റൊന്ന്, ഈ മെയ് 27 തിരുവനന്തപുരത്തുള്ള പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ED റെയ്ഡിന് വന്നു കഴിഞ്ഞപ്പോൾ ED മടങ്ങുന്ന സമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കാറ് തല്ലിപ്പൊളിക്കുകയും അങ്ങനെ കേരള പോലീസ് കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുക്കുകയും 26 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയെല്ലാം ചെയ്തു. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങളിതെല്ലാം നിയമപരമായി തന്നെയാണ് നേരിടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ശൈലി ഇതാണെന്ന്. സാർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് നമ്മൾ വാ തുറന്ന കള്ളം മാത്രം പറയുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പത്രക്കാരെ പറ്റിക്കാനും പത്രക്കാരെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കാനും എത്രയോ കാലം മുമ്പ് അഭ്യാസം നന്നായിട്ട് പഠിച്ചുള്ള ഒരാളാണ്. ഇന്നും അത് ആവർത്തിച്ചിരിക്കുക. അത് കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന പത്രക്കാരാണ് വിഡ്ഢികൾ എന്ന് പറയാൻ പറ്റില്ല. അവർ ശക്തമായി അതിനെ ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിച്ചാൽ പിണറായി വിജയൻ അവിടെ മൂത്രമൊഴിച്ചു പോകും. ഏറ്റവും ആദ്യം തന്നെ ഓർമ്മിക്കേണ്ട കാര്യം, ഞാനാണ് ആദ്യമായി ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവരുന്നത്. അദ്ദേഹം എന്താ ചെയ്തത്? എനിക്കെതിരെ നിയമപരമായി നടപടി എടുക്കുകയാണോ ചെയ്തത്? എനിക്കെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു. അതല്ലേ തൻ്റെ ഇടമുള്ള ധീരവാനായ ഒരാളുടെ ലക്ഷണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ? പകരം അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മരുമകനായ, അന്ന് ഞങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയം ഏരിയ സെക്രട്ടറിയായ ആയിരുന്ന മുഹമ്മദ് റിയാസിനെ നേതൃത്വത്തിൽ 15ഓളം ഗുണ്ടകളെ എൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞയച്ച് അവിടെ പെട്രോളുമായി പറഞ്ഞയച്ച് എവിടെയുള്ള പിണറായി വിജയൻ്റെ ലാവലിൻ കേസിലെ രേഖകളിൽ നിന്ന് അവിടെയുള്ള ആളുകളോട് എൻ്റെ ഓഫീസിലെ മാനേജറോട് ചോദിക്കുകയും മാനേജറെ കൈവശം ഉണ്ടായിരുന്ന താക്കോൽ തട്ടിപ്പറിച്ച് അവിടെയുള്ള അലമാറ തുറന്ന് ലാവലിൻ കേസിൻ്റെ കംപ്ലീറ്റ് ഫയൽ തട്ടിയെടുക്കുകയും, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അത് അടുത്ത ദിവസം വന്നിട്ട് ഞാൻ അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഒരു കോപ്പി വളരെ രഹസ്യമായി വെക്കാനും ബാക്കിയൊരു കോപ്പി അവിടെ തന്നെ വെക്കാനുമായിരുന്നു എൻ്റെ തീരുമാനം. ആ ഓഫീസ് രഹസ്യ ഓഫീസായിരുന്നു. അവിടെ ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് ക്രൈം സ്റ്റോറി പത്രത്തിൻ്റെ ഓഫീസിന് KMA ബിൽഡിംഗ് പുതിയ റോഡിൽ ഓഫീസ് ഉണ്ടായിരുന്നു. ഇത് രാമോഹൻ റോഡിലായിരുന്നു ഓഫീസ്. കുറച്ച് ഉള്ളിലേക്ക് ആയിട്ട് 3ാം നിലയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവിടെ സ്ഥലം കണ്ടെത്തിയത് കോഴിക്കോട് ഈ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്ത പ്രസ്സിലെ ആ മാഗസിൻ പ്രിൻ്റ് ചെയ്ത, അതായത് ക്രൈമിലായിരുന്നു ലാവ്ലിൻ കേസിനെ കുറിച്ചുള്ള വാർത്ത വന്നത്. അവർ പിണറായി വിജയൻ 2 കാര്യങ്ങളെ ഏൽപ്പിച്ചൊന്ന് ക്രൈമിൻ്റെ കോപ്പി പിടിച്ചെടുക്കുക. അതും ജനാധിപത്യ മാർഗ്ഗമാണല്ലോ പിണറായി വിജയൻ, അല്ലേ? നിയമപരമായ മാർഗ്ഗമാണല്ലോ. തൻ്റെ ഉണ്ടെങ്കിൽ കേസ് വലിയതിന് വരാം കോപ്പി പിടിച്ചെടുക്കുന്നത് ആണ് പിണറായി വിജയൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം. അതാവട്ടെ ഗുണ്ടായിസം ആണ് അന്ന് നടത്തിയത്. അപ്പോൾ അത് ഓഫീസിൽ വന്ന് 2 കാര്യമാണ് അവർ ചോദിച്ചത്. കോപ്പി എവിടെയാണ് വെച്ചിരിക്കുന്നത്, രണ്ടാമത്തത് ലാവ്ലിൻ കേസിൻ്റെ രേഖകൾ, പിണറായിൻ്റെ ലാവ്ലിൻ കേസിൻ്റെ രേഖകൾ എവിടെയെന്ന് വെച്ചിട്ട് ഇത് എടുക്കുകയും ബാക്കിയെല്ലാം അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ ഏതെന്ന് പറയാം, കവിയൂർ കേസിൽ നമ്മുടെ MA ബേബിയും അതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ മക്കളും ഉൾപ്പെട്ട കേസിൻ്റെ വളരെ നിർണായകമായ രേഖകളുണ്ടായിരുന്നു അവിടെ. അതടക്കമാണ് ഒന്നുകിൽ ഇദ്ദേഹം തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ കംപ്ലീറ്റ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിനുശേഷം ഇത് അപ്പം നിയമപരമാണോ അദ്ദേഹം ചെയ്തത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ നിയമപരമായ മാർഗം. ഇനി രണ്ടാമത്തത്, ഇപ്പോൾ ലാസ്റ്റ് നടന്ന എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ്
തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനുള്ള പിണറായി വിജയൻ്റെ 2 കോടി അഡ്വാൻസ് കൊടുത്ത് വാങ്ങിയ വാടക വീട്ടിൽ അദ്ദേഹം അവിടെ റെയ്ഡ് നടന്നു. റെയ്ഡ് നടന്നിട്ട് എന്താ ചെയ്തത്? പുറത്തിറങ്ങി അവരെ DYFIയിലെ ഗുണ്ടകളെ കൊണ്ട്, CPM ഗുണ്ടകളെ കൊണ്ട് ആക്രമിച്ചു. 300 പേര് ജയിലിൽ കിടക്കുന്നത് എന്തിനാണ്? മുമ്പ് റിയാസ് ജയിലിൽ കിടന്നിട്ടോ 45 ദിവസം, കോഴിക്കോട് 15 പേരും ജയിലിൽ കിടന്നു എൻ്റെ ഓഫീസ് ആക്രമിച്ച. ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ 300 പേര് ഗുണ്ടകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അവർ തിരിഞ്ഞു നോക്കാൻ CPM ആരുമില്ല എന്നുള്ള അവസ്ഥയാണ്. അടി കൊണ്ടവനും ഇടി കൊണ്ടവനും അല്ല ആക്രമിച്ചവനും ഒക്കെ തന്നെ ഇപ്പം ജയിലിൻ്റെ ഉള്ളിലാണ്. അത് പിണറായി വിജയൻ അറിയില്ലേ? അപ്പോൾ പിണറായി വിജയൻ നിയമപരമായിട്ടാണ് നേരിടുക എന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടായിസം കാണിക്കുന്നതാണ് പിണറായി വിജയൻ്റെ ഭാഷയിൽ നിയമപരം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ പിണറായി വിജയന് വേറൊരു വശം അറിയില്ല. സാർ, ഇത് തന്നെയാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. അതായത് ED കോഴിക്കോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 8 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവരെല്ലാവരും തന്നെ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഒരാളൊഴികെ, ഒരാൾ പാർട്ടി പ്രവർത്തകൻ കൂടിയായിരുന്നു, അദ്ദേഹം സുഹൃത്താണ്, ബാക്കി എല്ലാവരും കുടുംബ സുഹൃത്തുക്കൾ. അയാൾ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച ആൾ കൂടിയാണ്. അതെ, പിണറായി റിയാസിന്റെ കൂടെ വന്ന് ക്രൈം ഓഫീസ് ആക്രമിച്ചതിലേക്ക് പ്രതിയാണ് നിഖിൽ. അതെ അതെ. അപ്പോൾ അവിടെ ഈ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും റിയാസ് പറഞ്ഞത് നിയമപരമായി അതിനെ നേരിടും. കാരണം നിയമ നടപടികൾ നേരിടുന്ന ഒരു കേസിൽ പുറത്ത് പല കാര്യങ്ങളും വിളിച്ചു പറയാനുള്ള ചില പരിമിതികളുണ്ട്, നിയമപരമായി നേരിടും എന്നാണ് പറയുന്നത്. അപ്പോൾ പിണറായി വിജയനും പറയുന്നു നിയമപരമായി നേരിടും എന്ന് പറയുന്നു. നിയമപരമായി നേരിടുന്ന ആളുകളുടെ നമ്മൾ പിൽക്കാല ചരിത്രം പരിശോധിക്കുമ്പോൾ പല കേസുകളോടും അവർ കാണിച്ചിട്ടുള്ള ആഭിമുഖ്യം ഇന്നത് തന്നെയാണ്. എന്തിന് സെക്രട്ടേറിയറ്റ് നടയിൽ അവിടെ ആശാവർക്കർമാർ 1.5 വർഷത്തോളമാണ് കേവലം 100 രൂപ കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്തത്. അവർ മഴയും വെയിലും കൊള്ളാതിരിക്കാൻ വേണ്ടി ഈ ടർപ്പോളിൻ വലിച്ചു കെട്ടിയ ഒരു ചെറിയ പന്തലെന്ന് അതിന് ഒരു കാരണവശാലും വിശേഷിപ്പിക്കാൻ പറ്റില്ല, മഴയും വെയിലും നനയാതിരിക്കാൻ വേണ്ടി ടർപ്പോളിൻ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. പെരും മഴ പെയ്യുന്ന സമയത്ത് പോലീസിനെ വിട്ടുകൊണ്ട് ആ ടർപ്പോളിൻ പാതിരാത്രിക്ക് പൊളിച്ച് എടുത്ത് കൊണ്ടുപോയ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വനിതകളാണ്, സ്ത്രീകൾക്ക് പ്രാമുഖ്യം കൊടുക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാ രംഗത്തും പ്രാമുഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് ഭരണഘടനയെ അനുശാസിച്ച് അല്ലെങ്കിൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സ്ത്രീകളുടെ ആ മഴ കൊള്ളാതിരിക്കാൻ, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി വലിച്ചു കെട്ടിയ ആ പന്തൽ വരെ പൊളിച്ചുകൊണ്ട് പോകുന്നു. ഇതിന് നിയമപരമായി എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക? അതാണ് പിണറായി വിജയന്റെ നിയമപരം എന്ന് പറഞ്ഞില്ലേ. ഗുണ്ടായിസം കാണിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ നിയമപരം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടല്ലേ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇനി വേറൊരു കാര്യം, ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്ന ശേഷം എന്നെ കോഴിക്കോട് ഇറങ്ങി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. കോഴിക്കോട് പോലീസ് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി ഞാനവിടെ പോയി. ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ അവിടെയൊക്കെ പോലീസ് വളരെ വലിയ സന്നാഹമായിരുന്നു. അതിൻ്റെ പേരിൽ ഭയങ്കര ബഹളമുണ്ടാക്കി DYFIക്കാരൊക്കെ അവിടെ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോന്നു. എന്നെ അതിനുശേഷം കൊട്ടേഷൻ കൊടുക്കാൻ ഒരു സംഘത്തെ ഏൽപ്പിച്ചു പിണറായി വിജയൻ. മാത്രമല്ല അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി എന്നെ കൊല്ലാൻ വേണ്ടി 2005 ഫെബ്രുവരി 13 സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി തീരുമാനമെടുത്തു. അത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം. ഇത് എനിക്ക് അജിത് കുമാർ എന്ന് പറയുന്ന മംഗളത്തിൻ്റെ എഡിറ്റർ എന്ന് എന്നെ അറിയിക്കുകയാണ്. അതേപോലെ രാജശേഖരൻ നായർ എന്ന പത്രപ്രവർത്തകൻ അറിയിക്കുകയാണ്. ചില ഉന്നത പോലീസ് ഓഫീസർമാർ അറിയിക്കുകയാണ്. അങ്ങനെ എന്നെ എല്ലാവരും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം. അപ്പോൾ അതെന്താണ്? അത് നിയമപരമാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ഒരാളോട് നിയമപരമായി ഡിഫമേഷൻ കേസ് കൊടുക്കുന്നതിന് പകരം എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമപരമാണോ? ഞാൻ ഹൈക്കോടതിയിൽ പോയി പിണറായി വിജയൻ ഇങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷിക്കണം, എൻ്റെ ഓഫീസൊക്കെ ആക്രമിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കുക. ആ പെറ്റീഷൻ ഞാൻ പത്രക്കാർ കൊടുത്ത് വലിയ വാർത്തയാവുകയും ചെയ്തോടെ അത് പിണറായി വിജയൻ എന്നെ ആരെങ്കിലും ആക്രമിച്ചാലോ കൊന്നാലോ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി പിണറായി വിജയനായിരിക്കും എന്ന് തെളിവ് ഞാൻ ഉണ്ടാക്കിയതോടെ പിണറായി വിജയൻ എന്ത് ചെയ്തു? അത് പറ്റില്ല. പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരായിരിക്കണം കുറ്റവാളികളായി വരേണ്ടത്. ഞാനൊന്നും അറിയില്ല എങ്ങനെ TP ചന്ദ്രശേഖരനെ കൊന്ന പോലെ. TP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ലേ? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമല്ലേ? അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ യഥാർത്ഥ പ്രതി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് അവിടെ കൊട്ടേഷൻ ടീം പ്രവർത്തിച്ചിട്ടുള്ളത്. 51 വെട്ടി വികൃതമാക്കിയത് പിണറായി വിജയനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. അത്രയും വികൃതമായ രൂപത്തിൽ ആകുമ്പോഴേ അദ്ദേഹത്തിന് നിയമപരമാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ നിയമപരം എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ട് ആക്രമിക്കണം, ഭീകരമായിട്ട് ആക്രമിച്ച് വെട്ടി നുറുക്കണം. എന്നിട്ട് അത് കണ്ട് അതിൻ്റെ ആ ചോര കണ്ട് ആനന്ദിക്കണം.
അത്തരം ചോരപ്പാടുകളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ളത്. ഡ്രാക്കുളയിലെ വെറും ഡ്രാക്കുളയെന്ന് പറയുന്നത് നമ്മൾ കേട്ടറിവുള്ള ഒരു കഥാപാത്രമാണ്, ജീവനോടെയുള്ള ഒരു കഥാപാത്രത്തെ കാണുന്നത് ഞാൻ പിണറായി വിജയനിലൂടെയാണ്. അദ്ദേഹത്തിന് ആ 2 പല്ലും കൂടെ കൊണ്ട് ഉന്തി വന്നാൽ കറക്റ്റ് ആ ഡ്രാക്കുളയും മാറും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള സങ്കല്പം. കാരണം അദ്ദേഹം അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ കേസുകൾ നേരിട്ട രീതി, ലാവ്ലിൻ കേസ് വന്നപ്പോൾ തിരുവനന്തപുരത്തെ ജഡ്ജ് ആർ രഘുവിന് 5 കോടി രൂപ കൊടുത്തിട്ട് അട്ടിമറിച്ചെന്ന് എന്നോട് പറഞ്ഞ MK ദാമോദരനാണ്. ആരാ MK ദാമോദരൻ? അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റാണ്. തിരുവനന്തപുരത്ത് കേസ് നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, MK ദാമോദരൻ പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ഇതെല്ലാം കുഴപ്പമുണ്ടാക്കുന്നതെന്ന്. അന്ന് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പുറത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ യോഗാചാര്യ TG ചിദംബരത്തിൻ്റെ മരുമാനാണ്, ഇങ്ങനെ എന്ന് പറഞ്ഞു. എൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞ് വളരെ വിനയാനീതനമായി എന്നോട് സംസാരിച്ചു. പിന്നീട് ഹൈക്കോടതിയിൽ ഇതേപോലെ കേസ് അട്ടിമറിക്കാൻ പോകുന്നു എന്നുള്ള വിവരം കിട്ടുന്ന സമയത്താണ് എനിക്ക് MK ദാമോദരൻ എൻ്റെ സുഹൃത്തായ സത്യൻ എന്ന് പറയുന്ന ആൾ മുഖാന്തരം ഒന്ന് കാണുമെന്ന് പറയുന്നത്. ഞാനും സത്യനും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു, കച്ചേരിപ്പടി നോർത്ത് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വീട്ടിൽ. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാണ് നന്ദകുമാർ, യോഗാചാര്യ TG ചിദംബരം എൻ്റെ ഗുരുവാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ, യോഗ അവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ കേസിൽ തിരുവനന്തപുരത്തെ ജഡ്ജിന് 5 കോടി രൂപ കൊടുത്തത്. ഇപ്പം ഇവിടെ ഹൈക്കോടതിയിൽ 25 കോടി രൂപയാണ് കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞു. പ്ലസ് 2 പേർക്ക് മക്കൾക്ക്, ജസ്റ്റിസ് ഉബൈദിൻ്റെ 2 മക്കൾക്ക് യൂസഫ് അലിയുടെ കമ്പനി ജോലിയും കൊടുക്കും. ഇതാണ് ധാരണ. അതെന്തായാലും സെറ്റിൽമെൻ്റ് ആണ്, ഇനിയിപ്പം വിധി വരാനേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൻ്റെ ഇടയിൽ മരിക്കും ചെയ്തു, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇതാണ് പിണറായി വിജയൻ്റെ നിയമപരമായ മാർഗം. പണം കൊടുത്ത് കേസ് അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ BJPയുടെ സഹായത്തോടു കൂടിയല്ലേ 9 വർഷമായി കേസ് അട്ടിമറിച്ച് നിൽക്കുന്നത്. അല്ലാന്ന് BJPക്ക് പറയാൻ പറ്റുമോ? BJPനെ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ മുരളീധരനെയും സുരേന്ദ്രനെയും ഞാൻ വിളിച്ചില്ലേ, അതിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞിട്ട് അവർ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. കാരണം പിണറായി വിജയനായിട്ട് ധാരണയുള്ള ആൾക്കാരാണ് ഇവർ. അങ്ങനെയാണ് ഇവിടെ BJP തകർന്നു പോയത്. ഇവർ കച്ചവടം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കലാണ് നേതാക്കന്മാർക്ക് പണി കേരളത്തിലെ. അത് ഇപ്പോഴാണെങ്കിലും കണ്ടില്ലേ, 1000 കോടിയായിട്ടാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ വന്നത്. അത് നേതാക്കന്മാർ പുട്ടും കടലടിച്ചു മാറ്റി. ചില നേതാക്കന്മാർക്കൊക്കെ ഇലക്ഷനിലൊക്കെ കൊടുത്തു, ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾക്ക് കൊടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള 99% ആളുകൾക്കും 10-25 ലക്ഷം കൊടുത്ത് ബാക്കി 10 കോടി ഇതാണ് ഒരു മണ്ഡലത്തിലേക്ക് വന്നത് എന്നാണ്. 1000 കോടി. അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 700-800 കോടി നേതാക്കന്മാർ അടിച്ചു മാറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കഥയാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുള്ളത്. അപ്പോൾ പിണറായി വിജയൻ്റെ നിയമപരമായ മാർഗങ്ങൾ ഞാൻ പഠിച്ച കാര്യം ഇതാണ്.